Hi dear students, today we are going to take Unit 1 Thinking Sociologically. Okay, in this chapter we need to cover up objectives, introduction, sociological method, sociology in everyday life, sociology and other disciplines. In what way sociological looks at reality, observe, interpret and validate sociological perspective. Then some. So, we can start with the introduction. In this unit, you will understand what is meant as a sociological perspective. How do a sociologist observe and interpret the realities of everyday life for a sociologist? അപ്പോൾ നമ്മൾ പഠിക്കുന്നത് സോഷ്യോളജിയാണ്. ഒരു സോഷ്യോളജിസ്റ്റ് എന്ന കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ ഈ സമൂഹത്തിനെ കാണേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ഒരു സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യോളജിയും നമ്മുടെ ഡേ ടു ഡേ ഡെയിലി ലൈഫുമായിട്ടുള്ള ഒരു ബന്ധം? That is our main concern here. Various scholars also prove it in various type of imagination and observation. പല രീതിയിലുള്ള സ്കോളേഴ്സ് അല്ലെങ്കിൽ പണ്ഡിതന്മാർ അവരുടെ കാഴ്ചപ്പാടുകളിലൂടെ അവർ പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ വ്യൂ പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ പ്രമുഖരായ 2 പേരെ പറ്റിയും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. സിഗ്മണ്ട് ബൗമാൻ, W.C. മിൽസ്. ഇവർ 2 പേരെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഇൻട്രൊഡക്ഷനിൽ കവറപ്പ് ചെയ്യുന്നത്. ഓക്കെ, വേരിയസ് സ്കോളേഴ്സ് ഹാവ് ഗിവൻ ദെയർ ഒപ്പീനിയൻ അബൌട്ട് ദ വേ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ഷേപ്പ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദ സോഷ്യൽ റിലേഷൻസ് ആർ ഫോംഡ് ആൻഡ് പെർപെറ്റുവേറ്റഡ്. ഈ കാഴ്ചപ്പാടുകളിലൂടെ അവർ കണ്ടെത്തിയ കാഴ്ചപ്പാടുകളിൽ അല്ലെങ്കിൽ ഈ സോഷ്യോളജിക്കൽ തിങ്കേഴ്സിലൂടെ നമ്മൾ കണ്ടെത്തി ഹ്യൂമൻസുമായിട്ട് അല്ലെങ്കിൽ സമൂഹവുമായിട്ട് ഡേ ടു ഡേ ലൈഫിലുള്ള നമ്മളുടെ ബന്ധം, ഹൗ സോഷ്യോളജിക്കൽ റിലേഷൻസ് ആർ ഫോംഡ് ആൻഡ് പ്രിറ്റൻഡ്, എങ്ങനെ സമൂഹത്തിലെ സാമൂഹിക ബന്ധം നിലനിന്നു എന്നുള്ളത്. സ്കോളേഴ്സ് ലൈക്ക് സിഗ്മണ്ട് ബൗമാൻ വ്യൂ പവേഴ്സ് ആസ് ദ കീ ഡ്രൈവ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതാണ് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിലോട്ട് കയറാനുള്ള ഒരു കീ ഹോൾ, ഒരു എളുപ്പവഴി എന്ന് പറയുന്നത്. ദ വേരിയസ് ഹ്യൂമൻ കാറ്റഗറീസ് ആൻഡ് ദ ആക്ഷൻസ് പെർഫോംഡ് ബൈ ദം. നമുക്കറിയാം പല രീതിയിലുള്ള ഹ്യൂമൻ കാറ്റഗറി നമ്മുടെ സമൂഹത്തിലുണ്ട്. ഹയർ, ലോവർ, മിഡിൽ, ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഒത്തിരി ഉണ്ട്. വാട്ട് ഈസ് അതർവൈസ് അണ്ടർസ്റ്റുഡ് ആസ് എ സ്റ്റാറ്റസ് ആൻഡ് റോൾ ഇൻ ദ സൊസൈറ്റി. നമുക്ക് മറ്റൊരു രീതിയിൽ അതിനെ പറയാം, അവർ നയിക്കുന്ന സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ റോള് സമൂഹത്തിൽ, അവരുടെ ഒരു ഹയറാർക്കി, അവരൊരു ശ്രേണി. വലിയ ആൾക്കാർ, ഇൻ ദ അപ്പർ പേഴ്സൺ, മിഡിൽ പേഴ്സൺ, അങ്ങനെ പല രീതിയിലുള്ള ശ്രേണിയിലുള്ള ആൾക്കാർ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അറിവുള്ളവർ, അറിവില്ലാത്തവർ, എല്ലാവരുടെയും മിക്സപ്പാണ് നമ്മുടെ സമൂഹം. ഈസ് ഇൻഫോംഡ് ബൈ ദ വാല്യൂ ആർ ദ ബോത്ത് ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ദോസ് ഹു ഹാവ് പവർ ആൻഡ് റിസോഴ്സ് ടു പ്രൊപ്പഗേറ്റ് ദീസ് വാല്യൂ. ഈ വാല്യൂ അല്ലെങ്കിൽ ഈ പവറിനെ യൂസ്ഫുള്ളാക്കി ജീവിക്കുന്നവരും ഈ സൊസൈറ്റിയെ പറ്റി നമുക്ക് പഠിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് പുള്ളി പറയുന്നത്. ദ മീനിങ് അക്വേർഡ് ബൈ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ തിങ്സ് ആർ ഇൻഫോംഡ് ബൈ ദ പവർ ഓഫ് ഹയറാർക്കി. ഈ ഹയറാർക്കി, ഈ ശ്രേണിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ പുള്ളിയുടെ വ്യൂ പോയിൻ്റ് പറയുന്നത് ഈ സമൂഹത്തിലുള്ള ആൾക്കാരുടെ സ്റ്റാറ്റസും റോളും എന്ന രീതിയിലുള്ള സമൂഹ അടുക്കും ചിട്ട ആ ഒരു ശ്രേണിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. എന്നാൽ W.C. മിൽസ് studied an American society and showed the society as self-contained. സ്വയം അടങ്ങിയിരിക്കുന്നു, ഞാൻ എന്നിൽ തന്നെ അല്ലെങ്കിൽ എനിക്കറിയാം എന്നുള്ള രീതിയിൽ. വെസ്റ്റേൺ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു വെസ്റ്റേൺ കൾച്ചർ ഫാസ്റ്റാണ്, എൻറ്റയർലി എന്താ പറയുക, സോഷ്യൽ സ്റ്റാൻഡേർഡ് കൾച്ചർ അനുസരിച്ചല്ല അവരുടെ ഒരു ശ്രേണി. ഇറ്റ് ഈസ് സെൽഫ് കണ്ടെയ്ൻഡ്. ഹീ ഷോ ഹൗ വാല്യൂ ആൻഡ് ഹിസ്റ്ററി ഷേപ്പ് അവർ വ്യൂസ്. According to Mills, each society has its own way of imagination itself, like an American thinkers of themselves of world. അദ്ദേഹം പറയുന്നത് ഓരോ സൊസൈറ്റിക്കും അവരുടേതായ വേ ഓഫ് ഇമാജിനേഷൻ ഉണ്ട്. ലൈക്ക് അമേരിക്കൻ തിങ്ക് ഓഫ് ദംസെൽസ്. ഞാൻ മുന്നേ പറഞ്ഞൊരു സെൽഫ് കണ്ടെയ്ൻഡ്, ഡു ദംസെൽസ് എന്നാണ് അതിൻ്റെ മീനിങ്. The word yet has also been changed under impact of sudden social changes. The sociological imagination helped to കണ്ടക്സ്റ്റുവലൈസിങ് ആ വേർഡ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. കണ്ടക്സ്റ്റുവലൈസിങ് എന്ന് പറയുന്നത് സന്ദർഭോചിതമായ ഹിസ്റ്റോറിക്കൽ, കണ്ടക്സ്റ്റുവലൈസിങ് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ആൻഡ് ഗീവ് മീനിങ് ടു ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ആട്രിബ്യൂട്ട്സ്. ഗുണമായിട്ടുള്ള ഒരു ഗുണവിശേഷം അനുസരിച്ച് of individual, how individual daily experience attributes as a fallen consequences of such
social standing. In other words, what people imagine their society to be themselves, its members, is shaped through the long historical process that created certain kind of values in them and get embedded in a collective consciousness. ഈ പുള്ളി പറയുന്നത്, ഈ W.C. മിൽസ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പുള്ളി പറയുന്നത്, പ്രാചീനം ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് അനുസരിച്ചും അവരുടെ ഫാസ്റ്റായിട്ടുള്ള ആ ഒരു സഡൻ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാട്, സോഷ്യൽ ചേഞ്ചസ് സഡൻ ആട്രിബ്യൂട്ട്സിനെ ഉൾക്കൊള്ളാനുള്ള ഇൻഡിവിജ്വലിൻ്റെ ഒരു കഴിവ്, അത് പുള്ളി പറയുന്നുണ്ട്. ദ പീപ്പിൾ ഇമാജിൻ ദെയർ സൊസൈറ്റി ടു ബി ഓർ ദംസെൽഫ് ആസ് എ മെമ്പർ. ഓരോ വ്യക്തിയും അവരുടെ കാഴ്ചപ്പാടിൽ സൊസൈറ്റി ടു ബി ആൻഡ് ദംസെൽഫ് ആസ് എ മെമ്പർ, അവരായി തന്നെയാണ് ആ സൊസൈറ്റിയിൽ നിൽക്കുന്നത്. ത്രൂ ദെയർ എക്സ്പീരിയൻസ് ഇൻ ദ ഹിസ്റ്ററി ആസ്പെക്ട്സ്, കഴിഞ്ഞുപോയ ആൾക്കാരിൽ നിന്ന്, കഴിഞ്ഞുപോയ കാലത്തു നിന്നും നേടിയെടുത്ത അറിവ്. ഓക്കെ, ഈ നമ്മുടെ ഭൂമാനും W.C. മിൽസും ഈ രണ്ട് സ്കോളേഴ്സും ബേസിക്കലി സമ്മപ്പാണ്, ഈ ഇൻട്രൊഡക്ഷൻ്റെ സമ്മപ്പാണ്. These two scholars can be viewed as an example of how sociological perspective is in the itself subject to variety of scholarly understanding. ഇവിടെ നമുക്ക് കാഴ്ചപ്പാട് പറ്റുന്നുണ്ട്. ഈ രണ്ട് പണ്ഡിതന്മാരും, ശ്രേഷ്ഠ പണ്ഡിതന്മാരിൽ നിന്നും അവരുടേതായ വ്യൂ പോയിന്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്, നമുക്കതറിയാം. എന്നാൽ പോലും there is no one make a way of standing. This is a sociological perspective. എന്നാൽ വ്യക്തമായ ഒരു വഴി ഇവരിൽ ആരും തെളിച്ച് തന്നിട്ടില്ല. ഇതാണ് സോഷ്യോളജിക്കലി ഉള്ളൊരു പെർസ്പെക്റ്റീവ്, നമ്മുടെ കാഴ്ചപ്പാട് ഇതായിരിക്കണം എന്ന് ആരും ചെയ്തു തന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സംഗ്രഹം. ഇതിൻ്റെ മെത്തേഡ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെയിലി ലൈഫിൽ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. Some people like Bumans may emphasize the role played by the power of shaping and understanding how people shape their condition of what constitute relationship, social perspective and others like Mills may look towards the historical shaping of conjunction with values about the society and its relationship are shaped by history and the development of socially constructed imagination. This while Buman grounded the empirical reality, Mills is more abstractive in his reasoning. രണ്ടുപേരും അവരുടേതായ വ്യൂ പോയിൻ്റ് കാഴ്ചപ്പാടിലും തെളിയിക്കുന്ന രീതിയിലുള്ള വസ്തുത അവർ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിന് വേണ്ടി ഒരു വഴി തെളിച്ചു തരാൻ രണ്ടുപേർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ അവർ അവരുടെ വ്യൂ പോയിന്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഈ രണ്ട് സ്കോളേഴ്സിൻ്റെ പേര് നമ്മൾ നന്നായിട്ട് ഓർക്കണം. മസ്റ്റായിട്ട് ഒരു എസ്സേ എഴുതുമ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നെ വെക്കണം. W.C. മിൽസ് ആൻഡ് ബൂമാൻ, ഇത് ഓർക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ സോഷ്യോളജിക്കൽ മെത്തേഡ്സും അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു പോകും. ഓക്കെ, താങ്ക് യു ഫോർ ടുഡേ.